ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തിലെ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാനുമായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് നമ്മളോട് എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ ഈ കത്തിലേക്ക് പോകാം. ഏറെ പ്രിയങ്കരനായ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ 8 വർഷമായി എറണാകുളത്താണ് താമസം. ഇവിടെ 7 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിലാണ് എൻ്റെ വീടുള്ളത്. ഇപ്പോൾ ആകെ മനപ്രയാസമാണ്. വീടിൻ്റെ മുകൾ നിലയിൽ മുറി കൂട്ടിയെടുത്തു. അതിൽ പിന്നെയാണ് ആകെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഇപ്പോൾ ഹസ്ബൻഡിന് ക്യാൻസർ രോഗം ആയി. ഇതേ കാരണം കൊണ്ട് തന്നെ ആകെ പ്രയാസത്തിലും തകർന്ന അവസ്ഥയിലുമാണ്. വീടിൻ്റെ സ്ഥലത്തിൻ്റെയും പ്ലാനൊക്കെ ഇതോടൊപ്പം വെച്ചിട്ടുണ്ട്. മറുപടി തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ഒരു സെപ്റ്റി ടാങ്ക് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ് വന്നിരിക്കുന്നത് വടക്ക് ഭാഗത്തായിട്ടാണ്. കാരണം വടക്കിഴക്കല്ല, വടക്ക് ഭാഗത്തായിട്ടാണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് വടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ നമ്മൾ തെക്ക് ഭാഗത്തോ ടോയ്ലറ്റ് ക്രമീകരിക്കുമ്പോൾ യമസൂത്രം മുറിയാൻ പാടില്ല എന്ന് പലപ്പോഴും പറയുന്നതാണ്. കാരണം ഇതിനകത്ത് വടക്ക് ഭാഗത്ത് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സെപ്റ്റി ടാങ്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെയുള്ളൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് നമുക്ക് ടോയ്ലറ്റ് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കിഴക്ക് വടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വരുന്നതും ദോഷമാണ്, കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് സെപ്റ്റി ടാങ്ക് വരുന്നതും ദോഷമാണ്. കാരണം വെച്ചാൽ ആ ഒരു ഭാഗം ഒരു വാസ്തുപുരുഷൻ്റെ ഹെഡ് വരുന്ന പോർഷനാണ്. അല്ലെങ്കിൽ എനർജി ഫ്ലോ കിഴക്ക് വടക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ സെപ്റ്റി ടാങ്ക് വന്നു കഴിയുമ്പം അതിനകത്ത് കെട്ടിക്കിടക്കുന്ന വേസ്റ്റുകളും അല്ലെങ്കിൽ ആ മലിനമായിട്ടുള്ള ജലവും കെട്ടിക്കിടക്കുമ്പോഴത്തേക്ക് വീടിനകത്തേക്ക് കടന്നു വരുന്ന എനർജികളൊക്കെ വളരെ മോശമായിരിക്കും. കാലക്രമേണ കുറേ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ശരീരത്തേക്ക് ചെറിയ ചെറിയ മുഴകൾ വരികയോ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ അസുഖം പോലൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ കിഴക്ക് വടക്ക് ഭാഗത്തുള്ള ഈ ഒരു സെപ്റ്റി ടാങ്ക് പൂർണ്ണമായിട്ട് അവിടുന്ന് മാറ്റി വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ബേസിക് ഫൗണ്ടേഷൻ കെട്ടി മതിൽ കെട്ടി അതിനെ പുറത്താക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അതുപോലെ ഇതിൻ്റെ നോർത്ത് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബാത്റൂം വരുന്നത്. കാരണം ബാത്റൂം ശരിക്കും നമ്മുടെ യമസൂത്രം തട്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ റൂഫിൻ്റെ ഹൈറ്റ് കുറച്ച് ഒരു സ്ട്രെസ് വർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ യമസൂത്രത്തിൻ്റെ വിഷയങ്ങൾ മാറിക്കിട്ടും. കാരണം ആ ഒരു ഭാഗത്ത് യമസൂത്രം പാസ് ചെയ്യുന്നിടത്ത് ഒരു ഹോള് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്ത് വിടുക. അതുപോലെ മുറിയുടെ അളവിൽ ചെറിയ വ്യത്യാസം കാണുന്നത്. കാരണം വെച്ചാൽ മുറിയുടെ അളവ് വരുന്നതെല്ലാം മരണച്ചുട്ടിലാണ്. കാരണം ഇനിയിപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഈ ഓരോ മുറിക്കകത്തും നമ്മുടെ തൊഴിലിൻ്റെ ഭാഗത്തും പ്രശസ്തിയുടെ ഭാഗത്തും ദാമ്പത്യത്തിൻ്റെ ഭാഗത്തും ആരോഗ്യത്തിൻ്റെ ഭാഗത്തുമൊക്കെ പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് എനർജൈസ് ചെയ്യാൻ ഇവർക്ക് സാധിക്കും. അതുവഴി പെട്ടെന്ന് ഗുണഫലങ്ങൾ കിട്ടുകയും ചെയ്യും. കാരണം വെച്ചാൽ നമ്മുടെ ഓരോ ബെഡ്റൂമിൻ്റെ ഭിത്തിയുടെ താഴെ നമ്മൾ ബേസിക് ഫൗണ്ടേഷൻ്റെ കല്ലിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളതൊക്കെ മാറ്റി ഇനി അളവ് കൂട്ടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങളെ ഇവർ കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായ സ്ഥാനങ്ങളിൽ വെച്ചിട്ട് എനർജൈസ് ചെയ്യുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ ഗേറ്റിൻ്റെ സ്ഥാനമെല്ലാം കൃത്യമാണ്. മുറിയുടെ അളവിലുള്ള കംപ്ലയിൻറ്റ് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അതുപോലെ ഇതിൻ്റെ മുകളിലത്തെ നില നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ വീടിൻ്റെ മുകളിലായിട്ട് ഒരു ഓപ്പൺ ടെറസായിട്ടാണ് കാണുന്നത്. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മൾ വീടിൻ്റെ മുകൾ നില എപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു മുറി കൂടി കൂട്ടിയെടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അത് തന്നെയല്ല നമുക്ക് തൊഴിൽപരമായിട്ടായാലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ജോലി സംബന്ധമായിട്ടൊക്കെ വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. കാരണം വെച്ചാൽ തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നതിനും കൂടിയ ഉയർന്ന ജോലികളൊക്കെ കിട്ടുന്നതിന് അത് കാരണമായി തീരും. കാരണം വെച്ചാൽ ഒരു കാരണവശാലും നമ്മൾ മുകൾ നില ചെയ്യുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം നിങ്ങൾ ഓപ്പണായിട്ട് ഇടരുത്. നിങ്ങൾക്ക് ഓപ്പൺ സ്പേസ് ആവശ്യമാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ചെയ്യാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ചെയ്യാം. കാരണം വെച്ചാൽ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ഇതൊരു ഓപ്പൺ ടെറസ് വരുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം വെച്ചാൽ കിഴക്ക് വടക്ക് ഭാഗത്ത് വെയിറ്റ് കുറയും, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെയിറ്റ് കൂടുകയും വേണം. ഇവരെന്തെങ്കിലും ഒരു വീടിനൊരു ആൾട്ടറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു മുറി എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വലിയ വാട്ടർ ടാങ്ക് വീടിൻ്റെ മുകളിൽ വെക്കുന്നുണ്ടെങ്കിൽ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീടിൻ്റെ മുകൾ നിലയിലായിട്ട് ഇവർ സ്ഥാപിക്കുകയാണെങ്കിൽ അത്രയും വെയിറ്റ് അവിടെ വരുമ്പോൾ അതൊരു ബാലൻസിങ് ആയിട്ട് പോകും. അതുപോലെ ഇതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു 2 മീറ്റർ വിട്ടിട്ട് കിഴക്കേ മതിലിൽ നിന്ന് പടിഞ്ഞാറേ മതിലിലേക്ക് ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കണം. കാരണം തെക്ക് ഭാഗത്ത് ഒരുപാട് സ്പേസ് വളരെ കൂടുതലാണ്. അപ്പോൾ തെക്ക് ഭാഗത്ത് ഒരുപാട് സ്പേസ് കൂടി വരുമ്പം വീട് മാക്സിമം വടക്കോട്ടും വടക്ക് കിഴക്ക് മൂലയിലോട്ടും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കും കയറി നിൽക്കും. അപ്പം ഈ ഒരു ഭാഗം നമ്മൾ ഒരു 2 മീറ്റർ വിട്ടിട്ട് ഒരു മതിൽ കെട്ടി തിരിച്ചു കഴിയുമ്പം വീടിൽ നിൽക്കുന്ന കണക്ക് കൃത്യമാവും. കാരണം വീട് നമ്മൾ പണിഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ മതിൽ കെട്ടുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു കണക്കുണ്ട്. ആ ഒരു കണക്ക് ക്ലിയർ ആയെങ്കിൽ വസ്തുവിൻ്റെ ഒരു ബാലൻസിങ് ക്ലിയറായി കിട്ടുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമുള്ളൂ.
അതുപോലെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഇവരെ ബാധിച്ചിരിക്കുന്നത് ഈ ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ വന്ന അസുഖങ്ങൾ മാറിക്കിട്ടും. പിന്നെ ട്രീറ്റ്മെൻറ്റൂടെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്തായാലും ഇതിനൊരു ശാന്തത ഇവർക്ക് കൈവരും. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നില്ല. വസ്തുവിലും മറ്റു ദോഷങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. ഈ ഒരു കാര്യങ്ങൾ മാത്രങ്ങൾ ക്ലിയർ ചെയ്ത് തരും. അതുപോലെ ഇപ്പോൾ ഡ്രസ് വർക്ക് ചെയ്യുമ്പോൾ നിലവിലുള്ള വാസ്തു എല്ലാം കണക്ക് പ്രകാരമാണെങ്കിൽ ഇപ്പം ഡ്രസ് വർക്ക് ചെയ്യുമ്പോൾ വാസ്തു പിന്നീട് ഗണിക്കേണ്ടതുണ്ട്. നമ്മളൊരു വീടിൻ്റെ മുകൾ നില ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക കണക്കിലായിരിക്കും നമ്മൾ വാസ്തുവിൽ ചെയ്യുന്നത്. കാരണം വീടിൻ്റെ മുകൾ നിലയിൽ നമ്മൾ ഡ്രസ് വർക്ക് ചെയ്തെടുക്കുമ്പോൾ കാരണം അത്രയും കൂടെ നമ്മൾ ഹൈറ്റ് കൂട്ടുകയാണ്. ഇപ്പം പലരും വന്ന് ആവശ്യപ്പെടുന്നത് ഡബിൾ കൂരയുടെ ഹൈറ്റിൽ. അതെ, എല്ലാ വീടുകളും ഡ്രസ് വർക്ക് ചെയ്താണ് ഒരു പുതുമോടി വരുത്തതെന്ന് പറയാം. അപ്പോഴൊരു കുഴപ്പമെന്നറിയാം, നമ്മൾ ആദ്യം നിന്ന ഹൈറ്റിലല്ല പിന്നെ നമ്മുടെ കൂര വരിക. കാരണം സ്ട്രെസ് വർക്ക് കൂടെ ചെയ്തെടുക്കുമ്പോൾ ഡബിൾ കൂരയൊക്കെ ആക്കുമ്പോൾ തൊട്ടടുത്ത് ആരാധനാലയങ്ങളുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ദൃഷ്ടികളുണ്ടോ അതിനുകൊണ്ട് മറ്റ് ദോഷങ്ങളുണ്ടോ എന്നുള്ളത് ഏതെങ്കിലും വാസ്തു അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് കാണിച്ച ശേഷം ഇവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ചില ഭാഗങ്ങൾ കിഴക്കുടക്ക് ഭാഗങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ എത്ര ഹൈറ്റ് കൂട്ടണം, എത്ര ഹൈറ്റ് ഇടുന്നതാണ് നമുക്ക് ഉത്തമമെന്ന് ഒരു വാസ്തുവിൻ്റെ കണക്കിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ചില വീടുകൾ കണ്ടുണ്ടാവും, റോഡ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ കൂര മാത്രമേ കാണത്തുള്ളൂ, വാതിൽ കാണില്ല. കാരണം കൂര കൊടുത്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലായിരിക്കും. കാരണം ചിലപ്പോൾ കുറച്ച് താണ സ്ഥലമായിരിക്കാം, റോഡ് സൈഡിൽ നിന്ന് വെച്ചിട്ട് താണ സ്ഥലമായിരിക്കും. പക്ഷേ കൂര ഭയങ്കര ഹൈറ്റിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് വീട് വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂര മാത്രമേ കാണത്തുള്ളൂ, മെയിൻ വാതിൽ പോലും കാണാത്ത അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ വാസ്തു നോക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ വീടിൻ്റെ മുകൾ നില ചെയ്യുന്നതിന് മുമ്പ് ഏതൊക്കെ ഭാഗം നമുക്ക് ഉയർത്തണം, ഏത് ഭാഗം താക്കണം എന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരളവ് ഒരു വാസ്തുക്കാരിൽ നിന്ന് എഴുതി വാങ്ങിച്ചു ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതുപോലെ നമുക്ക് കൂര ചെയ്യുന്നതിനൊരു ഷേപ്പുണ്ട്. നമുക്ക് എത്ര ഡിഗ്രി ചരിക്കുന്നതാണ് നല്ലത്, എത്ര ഡിഗ്രി നമ്മൾ ചെയ്യണം, അത് അതിന് മൊത്തത്തിലുള്ള ചുറ്റളവിനെ ബാധിച്ചിട്ടായിരിക്കും നമ്മൾ നോക്കുക. അപ്പം എല്ലാ വീടിൻ്റെയും ചുറ്റളവ് ഒരേപോലെ അല്ല. ചിലപ്പോൾ ഒരു 1500 സ്ക്വയർ ഫീറ്റുള്ള വീടുണ്ടാവും, ചിലപ്പോൾ 1000 സ്ക്വയർ ഫീറ്റുള്ള വീടുണ്ടാവും, ചിലപ്പോൾ 3000 സ്ക്വയർ ഫീറ്റുള്ള ഉണ്ടാവും. ഓരോ കണക്കും ഓരോ ചുറ്റളവിലായിരിക്കും നിർത്തുക. അതനുസരിച്ച് നമുക്ക് എത്ര ഹൈറ്റ് കൂട്ടണം എന്നൊരു വാസ്തുക്കാരെ കാണിച്ച ശേഷം അപ്പോൾ അതനുസരിച്ച് വാസ്തുവിൻ്റെ ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ചിലപ്പം തൊട്ടടുത്ത് ആരാധനാലയങ്ങളുണ്ടെങ്കിൽ അതിനേക്കാൾ ഹൈറ്റ് വരാൻ പാടില്ല. അതോ മേളിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമേ ചില കാഴ്ചകളൊക്കെ നമുക്ക് കാണാനും പറ്റുകയുള്ളൂ. അപ്പോൾ ആരെങ്കിലും കൃത്യമായി കാണിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം വാസ്തുവിൻ്റെ ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് എവിടെ വരെ എത്താൻ പറ്റുമോ, അയാൾക്ക് എത്രമാത്രം ഐശ്വര്യം ചെയ്യാൻ പറ്റുമോ അതുവരെ എത്താൻ പറ്റും. വാസ്തുവിൻ്റെ ദോഷങ്ങളൊന്നും ബാധിക്കത്തില്ല. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പാക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതിയറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമയേറിയ അധ്യായവുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ. അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.